റോദയിൽ പാറും പറവകൾ പോലും സലാമോദി റൗള മണവാളനിൽ കൂടുവാൻ ഖൽബിൽ കൊതിയേറി റൗള തൻ ചാരത്ത് ഒന്ന് പോയി ആണയാനും റൗള മണവാളനിൽ മുത്തി സലാമുരയ്ക്കാനും റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗള മണവാളനിൽ കൂടുവാൻ ഖൽബിൽ കൊതിയേറി റൗള തൻ ചാരത്ത് ഒന്ന് പോയി ആണയാനും റൗള മണവാളനിൽ മുത്തി സലാമുരയ്ക്കാനും പരിശുദ്ധ ദീനിന്റെ കാവലായി ഓതിത്തോരേ ബദരീങ്ങൾ എന്നുള്ള പേരിലായി അജബുള്ളോരേ അവരിൽ പ്രധാനിയാം മുസ്തഫ നബി നൂറുല്ലാഹ് ആരും കൊതിക്കുന്ന സ്നേഹരാജ റസൂലുള്ളാഹ് റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗള മണവാളനിൽ കൂടുവാൻ ഖൽബിൽ കൊതിയേറി റൗള തൻ ചാരത്ത് ഒന്ന് പോയി ആണയാനും റൗള മണവാളനിൽ മുത്തി സലാമുരയ്ക്കാനും ആരംഭ പൂങ്കാവ് മുസ്തഫ നബി യാസീനെ അളവറ്റ കാരുണ്യം കാട്ടിയുള്ള ഹബീബോരേ അജബുകൾ തീർത്ത് ബദറിൻ ധീര സഹബത്ത് പരിശുദ്ധരായ മലായികത്തും അവർ ഒരുമിച്ച് റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗള മണവാളനിൽ കൂടുവാൻ ഖൽബിൽ കൊതിയേറി റൗള തൻ ചാരത്ത് ഒന്ന് പോയി ആണയാനും റൗള മണവാളനിൽ മുത്തി സലാമുരയ്ക്കാനും റൗളയിൽ പാറും പറവകൾ പോലും സലാമോദി റൗള മണവാളനിൽ കൂടുവാൻ ഖൽബിൽ കൊതിയേറി റൗള തൻ ചാരത്ത് ഒന്ന് പോയി ആണയാനും റൗള മണവാളനിൽ മുത്തി സലാമുരയ്ക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഇതിലേറെ സന്തോഷകരമായി ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഈ സാധുക്കളായ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവന്റെ സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ്. അവന്റെ അതുല്യവും
അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ അധരമൂലങ്ങളെ അനുധാവനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും കൂട്ടുകുടുംബാദികളിലും സ്വാലിഹീങ്ങളിലും സച്ചരിതരിലും അല്ലാഹുവിന്റെ റഹ്മത്ത് സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശിഷ്ടമായ സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെയൊക്കെ ഗതകാല ജീവിതത്തിൽ വന്നുപോയ സമസ്ത അപരാധങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരും ഈ മഹത്തായ സദസ്സിൽ ഈ ആത്മീയ സദസ്സിൽ സംഗമിച്ചതുപോലെ അവന്റെ സച്ചരിതരും സകീർത്തരും സുഹൃതവാന്മാരുമായ ദാസന്മാരുടെ സംഗമസ്ഥാനമായ സ്വർഗത്തിൽ സംഗമിക്കാൻ ഈ മഹത്തായ പുണ്യസംഗമത്തെ ഈ ആത്മീയ സംഗമത്തെ അള്ളാഹു ഒരു കാരണമാക്കി തരട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾ, നമ്മളെ സഹായിച്ചവർ, നമ്മളോട് സഹകരിച്ചിരുന്നവർ, ഇൽമിന്റെ വഴികളിലേക്ക് നമ്മെ കൈപ്പിടിച്ചാണിയിച്ചിരുന്നവർ പലരും ഇന്ന് 6 അടി മണ്ണിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. എല്ലാവരുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹുവേ തമ്പുരാനെ എല്ലാവരുടെയും ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ അവരിൽ നിന്നെല്ലാം വന്നുപോയ സകലമായ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ആരൊക്കെയുണ്ടോ അവരെല്ലാവരെയും നിനക്കറിയാം റബ്ബേ. അള്ളാഹുവേ എല്ലാവരുടെയും ഖബറിടത്തെ നീ സ്വർഗ്ഗപൂന്താപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ തമ്പുരാനെ രോഗികളായ പലരും ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ ആരൊക്കെ രോഗികളുണ്ടോ നീ ആ രോഗത്തിന് പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ രോഗം കൊടുക്കുന്നവൻ നീയാണ്, ആ രോഗത്തെ ശിഫിയാക്കാൻ കഴിവുള്ളവനും നീയാണ് റബ്ബ്. ഷാഫിയായ അല്ലാഹ് പടച്ചവനെ ഈ സദസ്സിൽ ആരൊക്കെ രോഗികളുണ്ടോ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരൊക്കെ രോഗികളുണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. മഹത്തുക്കളായ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ അവർക്ക് പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി അഭിസംബോധന ചെയ്യുന്ന വിഷയം സ്വർഗത്തിലെ പറവകൾ എന്ന വിഷയമാണ്. ആരാണ് സ്വർഗത്തിലെ പറവകൾ? നമ്മളൊന്നല്ല. സ്വർഗത്തിലെ പറവകൾ എന്ന് പറയുന്നത് മഹത്തുക്കളായ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ബദർ ശുഹദാക്കളാണ്. മാത്രമല്ല ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരാണ്. അവരെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ വിനീതൻ നിങ്ങളോട് ഇന്ന് അഭിസംബോധന ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം മഹത്തുക്കളായ ബദരീങ്ങളെ കുറിച്ചുള്ള, രക്തസാക്ഷികളെ കുറിച്ചുള്ള, ഷഹീദുകളെ കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളും ധാരാളമുണ്ട്. സത്യം ധിക്കരിക്കപ്പെടുകയും നീതി നിഷേധിക്കപ്പെടുകയും അക്രമികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത് നിരപരാധികൾ പീഡിപ്പിക്കപ്പെടാനും ശാന്തിയും സമാധാനവും തകരാനും കാരണമാകുന്നത് തീർച്ചയാണ്. എന്നാൽ ഇത് പാടില്ലാത്തതാണെന്ന തിരിച്ചറിവാണ് ഇസ്ലാമിലെ സമരമുഖങ്ങളൊക്കെയും. ബദറിന്റെ പാഠവും ഇത് തന്നെയാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ മദീനയിലെത്തിയ ഉടനെ പ്രതിരോധത്തിന് സമ്മതം ചോദിച്ച സഹാബാക്കളോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? വസ്ബിറൂ യാ സ്വഹാബ, സ്വഹാബ നിങ്ങൾ ക്ഷമിക്കുക, സ്വഹാബ നിങ്ങൾ ക്ഷമിക്കുക, സ്വഹാബ യുദ്ധത്തിന് അനുവാദം ഇതുവരെയും ലഭിച്ചിട്ടില്ല, ഇതേവരെ യുദ്ധത്തിന് അനുവാദം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് സഹാബ നിങ്ങൾ ക്ഷമിക്കണേ, നിങ്ങൾ ക്ഷമിക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പരിശുദ്ധമായ ഇസ്ലാമിനെയും നശിപ്പിക്കുവാനുള്ള പദ്ധതികൾ, ആ പ്ലാനുകൾ ഇടയ്ക്കിടെ ദാറുന്നതുവത്തിൽ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ അബൂജഹലിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നാണ് അവർ തയ്യാറാക്കിയിരുന്നത്. എന്നാൽ മദീനയിലെത്തിയിട്ടും വിശ്വാസികളെ സ്വസ്ഥമായി ജീവിക്കാൻ, ഈ ഇസ്ലാമിക സമൂഹത്തിൽ സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാൻ ആ ശത്രുക്കൾ അനുവദിച്ചില്ല, ആ ശത്രുക്കൾ സമ്മതിച്ചില്ല. തന്നെ വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞ ഖുറൈശികളെ വെട്ടിച്ച് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിന്റെ സദസ്സ, ഇത് ബദരീങ്ങളെ കുറിച്ച് പറയുന്ന സദസ്സ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വലാത്തുറക്കം മുഴങ്ങട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഹാജറ ഇലൽ മദീന, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഹിജ്റ പോയി. അറബിശാലയിൽ വേസ്റ്റ് വരുന്ന ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ വരെ നിസ്കരിക്കുമ്പോൾ അവിടുത്തെ പിരടിയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ഇങ്ങനെ എല്ലാ നിലക്കും ജീവിക്കാൻ വരെ അനുവദിക്കാതെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് അഥവാ പ്രതിരോധത്തിന് അനുവാദം കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ യുദ്ധത്തിന് അഥവാ പ്രതിരോധത്തിന് അനുവാദം കൊടുത്തുകൊണ്ട് ആദ്യമായിട്ട് അല്ലാഹു ആയത്തിറക്കുകയാ. അല്ലാഹു പറയുകയാ, അവർ ആക്രമിക്കപ്പെട്ടു എന്നതുകൊണ്ട് അങ്ങോട്ടും യുദ്ധം ചെയ്യാൻ, അങ്ങോട്ടും പ്രതിരോധിക്കാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സമ്മതം തന്നിരിക്കുന്നു. എന്നാൽ യാതൊരു ന്യായവും കൂടാതെ അന്യായമായി ഞങ്ങളുടെ വീട്ടിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരാണവർ. ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ്, അല്ലാഹുവാണ്, അല്ലാഹുവാണ് എന്ന് പറയുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു പറയുകയാ, മനുഷ്യരിൽ ചിലരെ കൊണ്ട് അല്ലാഹു തടുത്തില്ലായിരുന്നുവെങ്കിൽ പുരോഹിത ദേവാലയങ്ങളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും ജൂത പള്ളികളും അല്ലാഹുവിന്റെ നാമം ധാരാളമായിട്ട് പ്രകീർത്തിക്കപ്പെടുന്ന മസ്ജിദുകളും തകർക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു അജയ്യനും ശക്തനും തന്നെയാണ്. അവരെ സഹായിക്കാൻ അല്ലാഹുവിന് തീർച്ചയായും കഴിയുന്നതാണ്. ഇതാണ് യുദ്ധത്തിന് അനുവാദം കൊടുത്തുകൊണ്ട് അഥവാ പ്രതിരോധത്തിന് അനുവാദം കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആദ്യത്തെ ആയത്ത് ഇതാണ്. എന്നാൽ വാള് കൊണ്ടല്ല ഇസ്ലാം പ്രചരിച്ചത്. വാള് കൊണ്ടല്ല ഇസ്ലാം പ്രചരിച്ചത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാള് കൊണ്ടല്ല ഇസ്ലാം പ്രചരിച്ചത്. പ്രിയപ്പെട്ട പെങ്ങളെ,
ആക്രമിക്കപ്പെട്ടപ്പോൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് രക്തസാക്ഷികളെ കുറിച്ച്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരെ കുറിച്ച് ഞാൻ നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീൻ ഉസ്വതി സ്വലാത്തും വതസ്ലീമുൻ. وشرف منهم أهل بدر إلهنا بأنواع آلاء وأعلى مزيتي صلاة وفي مدحهم جاء الكتاب وسنة كفاهم لهم نص الكتاب وسنة صلاة وتسليم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധങ്ങളിൽ ആ ബദർ ശുഹദാക്കൾ, ആ രക്തസാക്ഷികൾ അവരുടെ ശരീരവും സമ്പത്തും യുദ്ധങ്ങളിൽ ചിലവഴിച്ചവരാണവർ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളെ കൊണ്ടും ഉന്നത പദവികളെ കൊണ്ടും അല്ലാഹു ബദരീങ്ങളെ ശ്രേഷ്ഠമാക്കിയിരിക്കുകയാ. ആ ബദരീങ്ങളെ പ്രശംസിച്ചുകൊണ്ടുള്ള അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവരെ കുറിച്ചുള്ള ധാരാളം ഹദീസുകളുണ്ട്, ധാരാളം ആയത്തുകളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ആ ബദരീങ്ങളുടെ ഈമാനിന്റെ ഒരംശം പോലും നമുക്കുണ്ടോ? നാം ചിന്തിക്കേണ്ടതുണ്ട്. ആ ബദരീങ്ങളുടെ ഈമാനിന്റെ ഒരംശം പോലും നമുക്കുണ്ടോ? ആരായിരുന്നു ആ ബദരീങ്ങൾ? ആരായിരുന്നു അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ? അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ മഹത്വം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെയൊക്കെ ഈമാനിന്റെ ഒരംശം പോലും നമുക്കുണ്ടോ? നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹത്തുക്കളായ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ അവർ സ്വർഗത്തിലെ പറവകളാണ്. അവരാണ് സ്വർഗത്തിലെ പറവകൾ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി പോരാടി ഷഹീദായവർ, അവരൊക്കെ നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പച്ചപ്പറവകളുടെ ശരീരത്തിലേക്ക് ചേർത്തപ്പെട്ട ആത്മാവുമായി അവരിങ്ങനെ സ്വർഗത്തിൽ പാറി പറന്ന് കളിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കേണ്ടതുണ്ട്. ആരായിരുന്നു ആ ബദരീങ്ങൾ? എന്തായിരുന്നു ആ ബദർ യുദ്ധം? ആ ബദർ യുദ്ധത്തിന്റെ മുന്നൊരുക്കങ്ങൾ എങ്ങനെയായിരുന്നു? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ, സ്വലാത്ത് പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളിൽ ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അദ്ഉക യാ മൗലാ ലനാ ബി അഹ്ലി ബദറിൻ ബദറുനാ മുഹമ്മദുൻ നബിയുനാ സല്ലി അലൈഹി യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആര്? ബദരീങ്ങളിൽ ഒന്നാമൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന്റെ തലേനാൾ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി. അല്ലാഹുവേ, 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 നീ എന്നോട് ചെയ്ത കരാർ, ആ കരാർ നീ
നിറവേറ്റണം റബ്ബേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ നസ്റക അല്ലാഹുമ്മ നസ്റക അല്ലാഹുമ്മ നസ്റക. നിന്റെ സഹായം റബ്ബേ, നിന്റെ സഹായം റബ്ബേ. ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത്തൽ ഖലീല ലം തുഅബദ് ഫിൽ അർള്. പടച്ചവനെ തമ്പുരാനെ, ഈ ചെറിയ സംഘമെങ്ങാനും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവേ, പിന്നെ നിനക്ക് വേണ്ടി ഇബാദത്ത് എടുക്കുന്ന, നിന്നെ ആരാധിക്കപ്പെടുന്ന, നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന, നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന ഒരു വിഭാഗം ആളുകൾ ഈ ഭൂമിയിലുണ്ടാവുകയില്ല അല്ലാഹ്, ഈ ഭൂമിയിലുണ്ടാവുകയില്ല തമ്പുരാനെ. അതുകൊണ്ട് നിന്റെ സഹായം വേണം റബ്ബേ. അല്ലാഹുമ്മ നസ്റക, നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം റബ്ബേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദ്ർ യുദ്ധത്തിന്റെ തലേനാൾ ദുആ ചെയ്തപ്പോ ആ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ട് അങ്കുലി പരിമിതമായ ന്യൂനപക്ഷമായ സമൂഹം ബദ്റിന്റെ രണാങ്കണത്തിൽ പോരാട്ടത്തിനിറങ്ങവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി സമർപ്പണത്തിലൂടെ പോരാട്ടത്തിനിറങ്ങിയ അസ്ഹാബുൽ ബദർ, ആ ന്യൂനപക്ഷമായ ബദരീങ്ങളെ അല്ലാഹു സഹായിച്ച കഥ പറഞ്ഞിട്ടില്ലേ അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. അല്ലാഹു പറയുകയാണ്, ബദറിന്റെ രണാങ്കണത്തിൽ ആരാരുമില്ലാത്ത സമയത്ത്, ആരാരുമില്ലാത്തപ്പോൾ ഞാൻ നിങ്ങളെ സഹായിച്ചില്ലയോ, ഞാൻ നിങ്ങൾക്ക് സഹായം നൽകിയില്ലയോ? ആ ബദറിന്റെ രണാങ്കണത്തിൽ ഞാൻ നിങ്ങൾക്ക് മലക്കുകൾ ഇറക്കിയിട്ട് സഹായിച്ചില്ലയോ? അതാണ് അല്ലാഹു പറഞ്ഞത്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. എതിരാളികൾ തലവെട്ടാൻ വരുമ്പോ, എതിരാളികൾ ആക്രമിക്കാൻ വരുമ്പോ ആകാശ ലോകത്ത് നിന്ന്, വാനലോകത്ത് നിന്ന് ശുഭ്രവസ്ത്രധാരികളായ, വെള്ളത്തലപ്പാവ് തലയിൽ ചുറ്റിയ ശുഭ്രവസ്ത്രധാരികളായ ആയിരക്കണക്കിന് മലക്കുകളെ തുടരെ തുടരെ ഇറക്കിക്കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിച്ചില്ലയോ? അല്ലാഹു ബദരീങ്ങളോട് ചോദിക്കുകയാ, ഞാൻ നിങ്ങളെ സഹായിച്ചില്ലയോ? ഞാൻ നിങ്ങൾക്ക് സഹായം നൽകിയില്ലയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ, സ്വലാത്ത് പോരാ, സ്വലാത്ത് ഇറക്കം മുഴങ്ങട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത് ബദരീങ്ങളുടെ സദസ്സാ, ഇത് മഹത്തുക്കളായ ശുഹദാക്കളെ പറയുന്ന സദസ്സാ. മാത്രമല്ല ബദരീങ്ങളിൽ ഒന്നാമൻ റസൂലുള്ളാഹിയാണല്ലോ. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ പേര് എപ്പോ കേൾക്കുമ്പോഴും ഉറക്കെ സ്വലാത്ത് ചൊല്ലണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന്റെ തലേനാൾ കിടന്നുറങ്ങാൻ പോകവേ, അല്ലാഹുവിന്റെ റസൂൽ തലേ ദിവസം രാത്രി കിടന്നുറങ്ങാൻ പോകവേ, മറുഭാഗത്ത് ശത്രുക്കളുണ്ട്, മറുഭാഗത്ത് എതിരാളികളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പാതിരാ സമയത്ത് കിടന്നുറങ്ങാൻ പോകവേ, മറുഭാഗത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെയും ഇസ്ലാമിക സമൂഹത്തിന്റെയും തലവെട്ടാൻ ശത്രുക്കൾ യുദ്ധപ്പറമ്പിന്റെ മറുഭാഗത്ത് നിൽക്കുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് വിളിച്ചു ചോദിച്ചു അത്രേ, യാ സ്വഹാബാ, യാ സ്വഹാബാ, മയ്യഖൂമു ഹാദിഹിൽ ലൈല, മയ്യഖൂമു ഹാദിഹിൽ ലൈല, മയ്യഖൂമു ഹാദിഹിൽ ലൈല. ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ആരാണ് നമുക്കിന്ന് കാവൽ നിൽക്കാനുള്ളത്? ആരാണ് നമുക്കിന്ന് കാവൽ നിൽക്കാനുള്ളത്? യുദ്ധപ്പറമ്പിന്റെ മറുഭാഗത്ത് തേച്ചുമിനുക്കിയ ആയുധങ്ങളുമായി ശത്രുക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെയും ഇസ്ലാമിക സമൂഹത്തിന്റെയും തലവെട്ടാൻ കാത്തിരിക്കവേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അത്രേ, യാ സ്വഹാബാ,
അതുകൊണ്ട് ഈ പാതിരാ സമയത്ത് ആരാണ് നമുക്കിന്ന് കാവൽ നിൽക്കാനുള്ളത്? ഈ ചരിത്രത്തിന്റെ ദൗത്യം ഏറ്റെടുത്തതാരെന്നറിയോ? ആ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുക്കുള്ള സ്വഹാബി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു വെത്രേ, നബിയേ അനയാ റസൂലല്ലാഹ്, നബിയേ ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. നെഞ്ചുറപ്പോടെ വെഞ്ചുറപ്പോടെ ചങ്കൂറ്റത്തോടെ തലയെടുപ്പോട് കൂടെ നേരിന്റെ പക്ഷത്ത് നിൽക്കാൻ ചാടി എഴുന്നേറ്റതാരെന്നറിയോ? ചാടി എഴുന്നേറ്റതാരെന്നറിയോ? 21 വയസ്സുകാരനായ മഹാനായ റഫ്അ റളിയല്ലാഹു അൻഹു. ആരാണ്? ആരാണ്? റഫ്അ റളിയല്ലാഹു അൻഹു. ആ റഫ്അ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റഫ്അ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത പ്രായമൊന്നുമില്ല, 21 വയസ്സാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ക്ഷുഭിത യൗവനത്തിന്റെ ആഗ്രഹത്തിന്റെ തീച്ചൂളുകളിലേക്ക് ചെറുപ്പത്തെ വലിച്ചേഴ്ച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ 21 വയസ്സുകാരനായ മഹാനായ റഫ്അ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. മഹാനായ റഫ്അ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യുദ്ധപ്പറമ്പിന്റെ മറുഭാഗത്ത് തേച്ചു മിനുക്കിയ ആയുധങ്ങളുമായി ശത്രുക്കൾ അല്ലാഹുവിന്റെ റസൂലിനെയും ഇസ്ലാമിക സമൂഹത്തിന്റെയും തലവെട്ടാൻ കാത്തിരിക്കവേ ഈ പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനും ഇസ്ലാമിക സമൂഹത്തിനും കാവൽ നിൽക്കാൻ ഈ പാതിരാ സമയത്തും ഞാനുണ്ട് യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് യാ റസൂലല്ലാഹ്. മഹാനായ റഫ്അ റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചുവല്ലോ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഉറങ്ങാൻ വിട്ടിട്ട്, അല്ലാഹുവിന്റെ ഹബീബിനെ ഉറങ്ങാൻ വിട്ടിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ടെന്റിന് കാവൽ നിൽക്കുകയാ. ഞാൻ നോക്കുമ്പോ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുമ്പോ നിശബ്ദമായ നീലാകാശത്തിന്റെ നീലിമയിലൂടെ നീലക്കണ്ണുള്ള നീലാപക്ഷി കിടന്നുറങ്ങുന്നത് പോലെ ലോകത്തിന്റെ വസന്തമതാ കിടന്നുറങ്ങുകയാ, ലോകത്തിന്റെ വസന്തമതാ കിടന്നുറങ്ങുകയാ. ഊരി പിടിച്ച വാളുമായി നിൽക്കുന്ന എന്റെ ശരീരത്തിൽ കോൾമയർ കൊള്ളാൻ തുടങ്ങി, എന്റെ ശരീരത്തിൽ കോൾമയർ കൊള്ളാൻ തുടങ്ങി. കാരണം എന്ത്? ആർക്കാണ് ഞാൻ കാവൽ നിൽക്കുന്നത്? ആരുടെ സംരക്ഷണമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്? എന്റെ താഴെ കിടക്കുന്ന നേതാവാരാ? എന്റെ താഴെ കിടക്കുന്ന സ്വപ്നത്തിൽ ഞാൻ കാണാൻ കൊതിച്ച നേതാവാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ റഫ്അ റളിയല്ലാഹു പറയുകയാ, എന്റെ സ്വപ്നത്തിൽ ഞാൻ കാണാൻ കൊതിച്ച എന്റെ നേതാവാരാ? പാതിരാ സമയത്ത് ആരെയാണ് എതിരാളികളുടെ അക്രമത്തിൽ നിന്ന് ഞാൻ ആരെയാ രക്ഷിക്കേണ്ടത്? ഞാൻ ആർക്കാ കാവൽ നിൽക്കുന്നത്? ഞാൻ ഏറ്റവും അധികം എന്റെ ജീവിതത്തിൽ കാണാൻ കൊതിച്ച നേതാവാരാ? യാ ഹബീബ് നൂറ് മുജസ്സം, യാ ഹബീബ് നൂറ് മുഅല്ലം, യാ ഹബീബ് നൂറ് മുജസ്സം, യാ ഹബീബ് നൂറ് മുഅല്ലം. മഹാനായ റഫ്അ റളിയല്ലാഹു അൻഹു പറയുകയാ, ലോകത്തിന്റെ പരിശുദ്ധമായ ഒരു വ്യക്തിത്വത്തിന് ഞാൻ കാവൽ നിൽക്കുമ്പോ പാതിരാ സമയത്ത് സഹാബത്ത് മുഴുവനും കിടന്നുറങ്ങുകയാ. ഞാൻ നോക്കുമ്പോ എതിരാളികളുടെ ടെന്റിൽ ആ മഹാനായ റഫ്അ റളിയല്ലാഹു അൻഹു ഒരു തീ കുത്തിയ അടയാളം കാണുകയാണ്. എതിരാളികളുടെ ടെന്റിൽ ഒരു തീ കുത്തിയ അടയാളം കാണുകയാ. മഹാനായ റഫ്അ റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ വിചാരിച്ച നാളെ യുദ്ധം നടക്കാൻ പോവുകയാണെന്ന്, ഞാൻ വിചാരിച്ച നാളെ യുദ്ധം നടക്കാൻ പോവുകയാണെന്ന്. എതിരാളികളുടെ പടത്തമ്പിലേക്ക് നുഴഞ്ഞു കയറി അവർ നാളെ പഴത്തേണ്ട യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യുമ്പോ, ആ യുദ്ധതന്ത്രങ്ങൾ പയറ്റുമ്പോ, ആ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ, ആ രഹസ്യങ്ങൾ അറിയാൻ, ആ രഹസ്യങ്ങൾ ചോർത്തെടുക്കാൻ ഞാനൊരു ചാരന് പോരാ പടക്യാമ്പിലേക്ക് നടന്നു. ആരത് പറയുന്നത്? ആരാണ്? റഫ്അ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ആ പടക്യാമ്പിലേക്ക് നടക്കുകയാണ്. എന്തിനെന്നറിയോ? നാളെ രാവിലെ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുമ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുമ്പോ എനിക്കൊരു വാർത്ത കൊടുക്കണം.
ആ ശത്രുക്കൾ നാളെ നടത്താനിരിക്കുന്ന പദ്ധതികൾ പൊളിക്കണം. അങ്ങനെ മഹാനായ റളിയല്ലാഹു തആല പറയുകയോ, ഞാൻ ആ എതിരാളികളുടെ പടത്തമ്പിലേക്ക് ആ ടെന്റിലേക്ക് ഞാൻ നടക്കുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 20ഓളം ആളുകൾ അവിടെ ഇരുന്നിട്ട് ഗൂഢാലോചന നടത്തുകയോ. പാതിരാ സമയത്ത് പാതിരാവിന്റെ നിശബ്ദതയിൽ പാതിരാ സമയത്ത് മാർജാരപ്പാളുകൾ ഇരയെ പിടിക്കാൻ പോകുന്നത് പോലെ ഞാൻ മെല്ലെ മെല്ലെ പടക്യാമ്പിലേക്ക് നടന്നു. പാതിരാ സമയത്ത് ഇരയെ പിടിക്കാൻ പോകുന്ന മാർജാരങ്ങൾ പാദപതന ശബ്ദം പോലും കേൾപ്പിക്കാതെ മെല്ലെ മെല്ലെ ഇരയെ പിടിക്കാൻ പോകുന്നത് പോലെ ഞാൻ മെല്ലെ മെല്ലെ ശത്രുക്കളുടെ പടക്യാമ്പിലേക്ക് ആ ടെന്റിലേക്ക് നടന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോ അവർ ഇരുട്ടത്തിരിക്കുകയാണ്. വെറും ആ തീക്കുത്തി അടയാളം മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറെ വെളിച്ചമൊന്നുമില്ല. അവർ ഇരുട്ടത്താണ് ഇരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഇരിക്കുന്നത് ആരൊക്കെയെന്നറിയോ? അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 20ഓളം ആളുകളാണ്. 20ഓളം ശത്രുക്കൾ അവിടെ ഇരുന്നിട്ട് ഗൂഢാലോചന നടത്തുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, എന്നിട്ട് മഹാനായ റളിയല്ലാഹു പറയാ, ഞാൻ ആ ശത്രുക്കളുടെ പടക്യാമ്പിലേക്ക് കയറി ചെന്നു. ഞാൻ അവരുടെ ഇടയിലേക്ക് കയറി ചെന്നു. 21 വയസ്സുകാരന്റെ ആവേശം കണ്ടോ? 21 വയസ്സുകാരന്റെ ചോരത്തിളപ്പ് കണ്ടോ? 21 വയസ്സുകാരന്റെ ആവേശം കണ്ടോ? ചങ്കുറപ്പ് കണ്ടോ? നെഞ്ചുറപ്പ് കണ്ടോ? ക്ഷിപിത യൗവനത്തിന്റെ സമർപ്പണം കണ്ടോ? ചെറുപ്പക്കാരാ, ആരാരുമില്ലാതെ വാൾത്തലപ്പുകൾ അകമ്പടി സേവിക്കുന്ന അംഗരക്ഷകർ കാവൽ നിൽക്കുന്ന ആ പട്ടാള ക്യാമ്പിലേക്ക് 20ഓളം ശത്രുക്കൾ അടങ്ങിയ ആ പട്ടാള ക്യാമ്പിലേക്ക് ഞാൻ അവരുടെ ഇടയിലേക്ക് മെല്ലെ മെല്ലെ ചെന്നു. എന്നിട്ട് അവരുടെ ഇടയിൽ പോയി പതുങ്ങിയിരുന്നു. അവരുടെ ഇടയിൽ പോയിട്ട് പതുങ്ങിയിരുന്നു. കുറെ നേരമായവർ നാളെ നടക്കേണ്ട യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അവർ മെല്ലെ മെല്ലെയാണ് പറയുന്നത്. ഞാൻ അവിടെ ഇരുന്നത് അവരാരും തന്നെ അറിഞ്ഞിട്ടില്ല. അവസാനം അബൂ സുഫിയാൻ നാളെ നടക്കാൻ പോകുന്ന ആ സംഘത്തിന്റെ നേതാവായ അബൂ സുഫിയാൻ നാളെ നടക്കാൻ പോകുന്ന ഒരു യുദ്ധതന്ത്രം പറഞ്ഞപ്പോ, ഒരു യുദ്ധതന്ത്രം ഉറക്കെ പറഞ്ഞപ്പോ, അത് കേട്ട സന്തോഷത്താൽ, അത് കേട്ട ആഹ്ലാദത്താൽ, അത് കേട്ട സന്തോഷത്താൽ എന്റെ ശരീരത്തിൽ നിന്നും ഒരു ശബ്ദം വെളിയിലോട്ട് വന്നു. അപരിചിതമായ ശബ്ദം കേട്ടപ്പോൾ അബൂ സുഫിയാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ ശ്രദ്ധിക്കുക, കൂട്ടുകാരെ ശ്രദ്ധിക്കുക. നമ്മുടെ ഇടയിൽ എവിടെയോ ഒരു ചാരനുണ്ട്. നമ്മുടെ ഇടയിൽ എവിടെയോ ഒരു ചാരനുണ്ട്. അതുകൊണ്ട് അവനെ തിരിച്ചറിയുക, അവനെ പിടിച്ചടക്കുക, അവന്റെ തലവെട്ടുക. ആരാ പറഞ്ഞത്? അബൂ സുഫിയാൻ തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അബൂ സുഫിയാൻ നിർത്തിയില്ല. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അടുത്തിരിക്കുന്നവന്റെ കയ്യിൽ പിടിക്കട്ടെ. അപരിചിതനായ ആളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. മഹാനായ റളിയല്ലാഹു തആല പറയുകയാ, എന്റെ തൊട്ടടുത്തിരിക്കുന്നത് അബൂ സുഫിയാനാ. ആ നേതൃത്വത്തിന്റെ, ആ സംഘത്തിന്റെ നേതാവായ അബൂ സുഫിയാനാണ് എന്റെ തൊട്ടടുത്തിരിക്കുന്നത്. അബൂ സുഫിയാന്റെ കൈവിരലുകൾ എന്റെ കയ്യിലേക്ക് തൊട്ട് എനിക്കുറപ്പായപ്പോ, എന്റെ കയ്യിലേക്ക് തൊട്ടപ്പോ എന്റെ ഹൃദയത്തിൽ അങ്കലാപ്പായി. നാളെ രാവിലെ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുമ്പോ എന്റെ കൊയ്യപ്പെട്ട ശിരസായിരിക്കും കാണുക എന്ന് എനിക്കുറപ്പായപ്പോ അബൂ സുഫിയാന്റെ കൈകൾ വലിച്ചെറിഞ്ഞിട്ട് എന്റെ കയ്യിലേക്ക് പിടിമുറുക്കി. അബൂ സുഫിയാന്റെ കൈ വലിച്ചെറിഞ്ഞിട്ട് അബൂ സുഫിയാന്റെ കൈ കുടഞ്ഞിട്ട് ഞാൻ ഓടുകയോ. എവിടേക്കാ ഓടുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഓടുകയോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവര്, ആ സമയത്ത് അബൂ സുഫിയാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ ശ്രദ്ധിക്കുക, എന്റെ അടുത്തിരുന്നവൻ
ചാരനായിരുന്നു ചാരൻ, അവൻ ഞാനാണെന്നറിഞ്ഞപ്പോ, അബൂ സുഫിയാൻ ഞാനാണ് അവന്റെ അടുത്തിരിക്കുന്നതെന്നറിഞ്ഞപ്പോ അവൻ എന്നെ കൈവലിച്ചെറിഞ്ഞിട്ട് ഓടുന്നുണ്ട്, അവൻ മുമ്പിൽ ഓടുന്നുണ്ട്. അതുകൊണ്ട് അവനെ തിരിച്ചറിയുക, അവനെ പിടിച്ചടക്കുക, അവന്റെ തല വെട്ടുക. അവിടുന്നതാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ റഫർ റളിയല്ലാഹു തആല അൻഹു ആ മരുഭൂമിയിലൂടെ ഓടുകയാണ്. റഫർ റളിയല്ലാഹു തആല അൻഹു തിരിഞ്ഞു നോക്കുമ്പോ തന്റെ പിറകിൽ കുതിരപ്പുറത്ത് പാഞ്ഞു കയറി കുന്തങ്ങളുമായി കുതിരകളുമായി തേച്ചുമനിക്കിയ ഊരിപ്പിടിച്ച വാളുമായിട്ട് അവിടുന്നതാ ശത്രുക്കൾ എന്റെ പിറകിൽ പാഞ്ഞു വരികയാണ്. എന്റെ പിറകിൽ ശത്രുക്കൾ ഓടി വരികയാണ്. റസൂലിന്റെ ചാരത്തേക്ക് ഓടുകയാ. എന്തിനാ ഓടുന്നറിയോ? അത് ജീവൻ രക്ഷിക്കാനല്ല, അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാണെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചിട്ട് ദൗത്യം പൂർത്തിയാക്കിയിട്ട് നബിയെ ഇസ്ലാമിന് വേണ്ടിയിട്ട് സേവനം ചെയ്തിട്ട് മരിക്കാൻ എനിക്ക് കൊതിയായി. എന്നിട്ട് മഹാനായ റഫർ റളിയല്ലാഹു തആല പറയുകയാ, ഊരിപ്പിടിച്ച വാൾ തലപ്പുകൾ ആകാശത്തെ അഗ്നിശിരിംഗങ്ങൾ പോലെ ചിന്നിച്ചിതറി എന്റെ പിറകിൽ ശത്രുക്കൾ കുതിരപ്പുറത്ത് കയറിയിട്ട് പാഞ്ഞു വരികയാണ്. എന്റെ പിറകിൽ പാഞ്ഞു വരികയാണ്. മരുഭൂമിയിലൂടെ ഓടി 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 എന്റെ കാല് തളരാൻ തുടങ്ങി. ഇനി ഞാൻ മരുഭൂമിയിൽ വീഴുമെന്ന് എനിക്കുറപ്പായപ്പോ, മരുഭൂമിയിൽ ഇനി ഞാൻ കുഴഞ്ഞു വീഴുമെന്ന് എനിക്കുറപ്പായപ്പോ ഞാൻ ഇനി മുമ്പോട്ട് ഗമിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ കിടന്ന് ശത്രുക്കളുടെ വെട്ടേറ്റ് മരിക്കുമെന്ന് എനിക്കുറപ്പായപ്പോ, നാളെ രാവിലെ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുമ്പോ എന്റെ കൊയ്യപ്പെട്ട ശിരസായിരിക്കും കാണുക എന്ന് എനിക്കുറപ്പായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിൻ ഏൽപ്പിച്ചിട്ട ദൗത്യം പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ എന്ന് ഹൃദയത്തിൽ അങ്കലാപ്പായപ്പോ ഞാൻ വീണ്ടും ഓടുകയാ. മഹാനായ റഫർ റളിയല്ലാഹു തആല അൻഹു ഓടുകയാ. മരുഭൂമിയിലൂടെ ഓടി 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 എന്റെ കാല് തളരാൻ തുടങ്ങി, എന്റെ കൈകൾ തളരാൻ തുടങ്ങി, എന്റെ തൊണ്ട വരളാൻ തുടങ്ങി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എതിരാളികളുടെ കസർത്ത കേൾക്കുക. ആ എതിരാളികളുടെ കുതിര എന്റെ തൊട്ടുപിറകെത്തി, അവരെന്റെ തൊട്ടുപിറകെത്തി. മരുഭൂമിയുടെ മണൽ തരികളെ വകുത്ത് മാറ്റാൻ കഴിയാതെ എന്റെ കാലുകൾ തളരാൻ തുടങ്ങി, എന്റെ കൈകൾ തളരാൻ തുടങ്ങി, എന്റെ തൊണ്ട വരളാൻ തുടങ്ങി. എന്റെ തൊണ്ട വരളാൻ തുടങ്ങിയപ്പോ ആ സമയത്ത് ആ സാഹചര്യത്തിൽ ഞാൻ എന്റെ തൊണ്ടയിൽ നിന്നും ഞാൻ വിളിച്ചു. എന്താ വിളിച്ചതെന്നറിയോ? അല്ലാ. ആ സമയത്ത് ഞാൻ എന്റെ സഹായത്തിന്റെ തമ്പുരാനെ വിളിച്ചു. അല്ലാ 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 എന്ന് ഞാൻ ആ സമയത്ത് വിളിക്കുകയാണ്. എന്ന് ഞാൻ ആ സമയത്ത് വിളിച്ചപ്പോ ആ എതിരാളികളുടെ വാൾത്തലപ്പുകൾ എന്റെ പുറകിൽ പതിരേണ്ട താമസം. ആരുടെ പിറകിൽ? റഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിറകിൽ വാൾത്തലപ്പുകൾ, ആ ശത്രുക്കളുടെ വാൾത്തലപ്പുകൾ പതിരേണ്ട താമസം. പെട്ടെന്നതാ മഹാനായ റഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ എന്റെ മുമ്പിൽ ഒരു വെളുപ്പടയാളം കാണുകയാണ്. ഞാൻ എന്റെ മുമ്പിൽ ഒരു വെളുപ്പടയാളം കണ്ടു. ആ വെളുപ്പടയാളം ആരാണെന്ന് എനിക്കറിയില്ല, ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കുറപ്പായി ഞാൻ ഈ മരുഭൂമിയിൽ എന്തായാലും മരിക്കുമെന്ന് എനിക്കുറപ്പായി. ഞാൻ വിചാരിച്ചു പിറകു ഭാഗത്ത് മാത്രമല്ല, പിൻഭാഗത്ത് മാത്രമല്ല, മുൻഭാഗത്തും എതിരാളികളുണ്ട്, മുൻഭാഗത്തും ശത്രുക്കളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാൻ ആ വെള്ളപ്പട്ടാളക്കാർ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ സടകുടഞ്ഞു നിൽക്കുന്ന വെള്ള കുതിരയുടെ മുകളിൽ വെള്ള വസ്ത്രം ധരിച്ച ശുഭ്രവസ്ത്രധാരികളായ വെള്ളത്തലപ്പാവ് തലയിൽ ചുറ്റിയ ഒരു വെള്ളപ്പട്ടാളക്കാർ, ഒരു വെള്ള കുതിര പട്ടാളക്കാരന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്, എന്റെ അടികളിലേക്ക് പാഞ്ഞു വരികയാണ്. ഞാൻ അവരാരാണെന്നറിയാതെ ഞാനിങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ ആ സമയത്ത് അതാരെന്നറിഞ്ഞോ? അതാരെന്നറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ റഫർ റളിയല്ലാഹു തആല അടുക്കലേക്ക്
ആ വെള്ളപ്പട്ടാളക്കാർ, ആ കുതിരപ്പട്ടാളക്കാർ പാഞ്ഞു വന്നിട്ട് പറഞ്ഞു അത്രേ, ഓടി രക്ഷപ്പെട്ടോ, ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് പോവുക, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് പോവുക. മഹാനായ റളിയല്ലാഹു തആല പറയുകയാ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത ആ മരുഭൂമിയിൽ എവിടെ നിന്നോ വരുന്ന ഒരു വലിയ അശ്വാരൂഢ സമൂഹത്തെ ഞാൻ കണ്ടു. വെള്ളത്തലപ്പാവ് തലയിൽ ചുറ്റിയ ശുഭ്രവസ്ത്രധാരികളായ, ആകാശലോകത്ത് നിന്ന് ശുഭ്രവസ്ത്രധാരികളായ വെള്ളത്തലപ്പാവ് തലയിൽ ചുറ്റിയ ഒരു വലിയ അശ്വാരൂഢ സമൂഹത്തെ ഞാൻ കണ്ടു. അവനാരാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ മുമ്പോട്ട് ഓടുകയായി. അവർ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഓടുകയോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എതിരാളികളാ ശത്രുക്കളെ കൊന്നൊടുക്കുകയാ. ആ മലക്കുകൾ, ആ വെള്ളപ്പട്ടാളക്കാർ ആ ശത്രുക്കളെ കൊന്നൊടുക്കുകയാണ്. എതിരാളികൾ അവർ കൊന്നൊടുക്കുകയാണ്. അങ്ങനെ ഓടി 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 ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന് മുകളിലേക്ക് ഞാൻ കമിഴ്ന്നു വീണു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന് മുകളിലേക്ക് ഞാൻ കമിഴ്ന്നു വീണു. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റപ്പോ മഹാനായ റളിയല്ലാഹു തആല അൻഹു ആണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു അത്രേ, എന്തു പറ്റി റഫേ, എന്തു പറ്റി റഫേ? നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ റഫേ, പാതിരാ സമയത്ത് പാരാവാരം പോലെ പലർന്നു കിടക്കുന്ന ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത ആ മരുഭൂമിയിൽ നിന്നെ സഹായിക്കാമെന്ന ആ ശത്രുക്കൾ നിന്റെ തലവെട്ടാൻ വേണ്ടി വരുമ്പോ നിന്നെ സഹായിക്കാമെന്ന വെള്ളപ്പെട്ട ആൾക്കാരില്ലേ, വെള്ളക്കുതിരപ്പെട്ട ആൾക്കാരില്ലേ, ആകാശലോകത്ത് നിന്ന് ശുഭ്രവസ്ത്രധാരികളായ വെള്ളത്തലപ്പാവ് തലയിൽ ചുറ്റിയ ആളുകളില്ലേ, അവരാരെന്നറിയോ? അവർ നിന്നെ സഹായിക്കാവുന്ന ആളുകൾ ആരെന്നറിയോ? അവരാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഹാദാ ജുനൂദുല്ലാഹി തആല, അത് അല്ലാഹുവിന്റെ പട്ടാളമായ മലക്കുകളാണ്. അത് അല്ലാഹുവിന്റെ പട്ടാളമായ മലക്കുകളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടെ ശ്രദ്ധിക്കണേ. ഒറ്റപ്പെട്ട സമൂഹത്തിന്റെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ദൗത്യം ഏറ്റെടുത്ത് പോയ ചെറുപ്പക്കാരൻ പാതിരാ സമയത്ത് ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോ ആ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സഹായം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടായ സമൂഹത്തിന്റെ അല്ലാഹു അവന് സഹായം കൊടുത്തിട്ടുണ്ട്. അപ്പോ തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം ലഭിക്കേണ്ട ഒരു ഉമ്മത്താണ് നാം, അല്ലേ? അല്ലേ? പക്ഷെ ഇന്ന് എന്തുകൊണ്ടാ സഹായം നിഷേധിക്കപ്പെടുന്നു എന്ന വളരെ ഗൗരവതരമായ ചർച്ചയിലേക്ക് ഞാൻ നിങ്ങളും കടന്നെത്തേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ സഹായം നമ്മുടെ അകലെയല്ലല്ലോ. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം നമ്മുടെ തൊട്ടടുത്താണ്. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം നമ്മുടെ തൊട്ടടുത്താണ്. തൊട്ടടുത്ത് നിൽക്കുന്ന പടച്ചറബിന്റെ സഹായം നിഷേധിക്കപ്പെടാൻ മാത്രം ഞാനും നിങ്ങളും എന്ത് തെറ്റാണെന്ന് ചെയ്തത് എന്ന് നാം വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ അള്ളാഹിന്റെ സഹായം കിട്ടുക? ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മുടെ ജീവിത ശൈലി എങ്ങനെയാണ്? ഇന്ന് നമ്മുടെ ജീവിത ശൈലിയൊക്കെ എങ്ങനെയാണ്? പഴയ ആളുകളൊക്കെ, മുൻകാലത്ത് കഴിഞ്ഞു പോയ ആളുകളൊക്കെ, അവരൊക്കെ മജ്ലിസ് നൂർ ചെല്ലാത്ത, ബദരീങ്ങളുടെ നാമങ്ങൾ ചെല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഏത് വീടുകളിലാണ് അത് ചെല്ലുന്നത്? ഇന്ന് ഏത് വീടുകളിലാണ് മജ്ലിസ് നൂർ പതിവാക്കുന്നത്? ഇന്ന് ഏത് വീടുകളിലാണ് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത്? ഞാൻ പറയുന്നത് ശരിയല്ലേ? ശരിയല്ലേ? ഇന്ന് ഏത് വീട്ടിലാണ് കൃത്യമായി 5 വക്ത് നിസ്കരിക്കുന്നതാരാ?
തന്റെ മക്കളെ രാവിലെ എഴുന്നേൽപ്പിച്ചിട്ട് തന്റെ മക്കളെ കൊണ്ട് സുബഹി നിസ്കരിപ്പിച്ചിട്ട് ഖുർആൻ ഓദിക്കുന്ന എത്ര ഉപ്പമാരുണ്ട് ഈ സദസ്സിൽ. നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, എത്ര ഉപ്പമാരുണ്ട് ഖുർആൻ ഓദിക്കുന്ന മക്കൾ, എത്ര ഉപ്പമാരുണ്ട് മക്കളെ കൊണ്ട് ഖുർആൻ ഓദിക്കുന്നവർ, എത്ര ആളുകളുണ്ട്. മാത്രമല്ല ആ മക്കളെ കൊണ്ട് കൃത്യമായി നിസ്കരിപ്പിക്കുന്നവർ ആരെല്ലാമാണ്, മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നവർ ആരെല്ലാമാണ്. ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇന്ന് മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോ നിസ്കാരത്തിന്റെ സമയമാകുമ്പോ കുട്ടികൾ എന്തിനാണ്? വാട്സപ്പില് അല്ലേ? നിസ്കാരത്തിന് ഒരൊറ്റ കുട്ടികളും പള്ളിയിൽ കാണൂല, ഒക്കെ വാട്സപ്പും ഫേസ്ബുക്കിലുമാണ്. മാത്രമല്ല ഇന്ന് നമ്മുടെ മക്കളൊക്കെ പാടുന്ന പാട്ടെന്താണ്? പണ്ടൊക്കെ നമ്മുടെ മക്കളൊക്കെ അള്ളാന്റെ റസൂലിന്റെ മദ്ഹുകൾ പാടി നടന്നിരുന്നു, അള്ളാന്റെ റസൂലിന്റെ മദ്ഹുകൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറി പരിഷ്കാരത്തിന്റെ കൂടെ കുത്തിയെടുക്കി ഇന്ന് അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കേൾക്കുന്ന പാട്ട് എന്തൊക്കെയാണ്? പ്രിയ സഖി നിനക്കായി പാടിടാം, പ്രിയമോളെ പ്രേമഗാനം പാടിടാം, പിരിഞ്ഞല്ലോ ഇന്ന് നീ ഏകനായി, പിരിഞ്ഞാലും എന്റെ കൽബിലുണ്ട് നീ. കൽബിൽ അവളെ വെച്ച് നടന്നാ പിന്നെ എങ്ങനെയാ അള്ളാന്റെ സഹായം കിട്ടുക? നിങ്ങൾ ആക്ഷേപിക്കരുത്, ഇതൊന്നും പറയാതിരിക്കാൻ വയ്യ. അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥയാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ, ഈമാൻ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സഹായം ഇങ്ങനെയൊക്കെ തെമ്മാടിത്തരങ്ങൾ ചെയ്തു നടന്നാൽ, കൃത്യമായി ജമാഅത്തിന് പോകാതെ, കൃത്യമായി പള്ളിയിൽ പോകാതെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാതെ, ആ ഖുർആൻ എടുത്തു നോക്കാതെ, ആ പരിശുദ്ധമായ ഖുർആൻ ഓതി നോക്കാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി സമയം കളയുന്ന എത്ര മക്കളാണ് ഇന്ന് നമ്മുടെ ഇടയിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളാണ് അതിന് ഉത്തരവാദികൾ. നമ്മളാണ് നമ്മുടെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തേണ്ടവർ. അത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് ഇന്ന് മക്കൾ ഇന്ന് മാതാപിതാക്കളെ വേണ്ടാതെ 10 മാസം നൊന്ത് പ്രസവിച്ച് യാതനയും വേദനയും സഹിച്ച് നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മയെ പോലും വേണ്ടാതെ, പ്രിയപ്പെട്ട ഉപ്പാനെ വേണ്ടാതെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന എത്ര സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ ഉത്തരവാദി ആരാ? ഈ മാതാപിതാക്കൾ തന്നെയാണ്. കാരണം എന്ത്? അവര് ചെറുപ്പത്തിൽ ഈ മക്കളെ നല്ലതുപോലെ ദീനീ ചിട്ടയിൽ അവരെ വളർത്തിയില്ല. അതുകൊണ്ടാണ് ഇന്നവർ ഒളിച്ചോട്ട കഥകളൊക്കെ ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ തെമ്മാടിത്തരങ്ങളായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ഈ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്, ഒരു വരദാനമാണ് മഹത്തായ മജ്‌ലിസുൻ നൂർ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഇവിടുത്തെ നല്ലവരായ ചെറുപ്പക്കാർ മജ്‌ലിസുൻ നൂറിന്റെ 2ാം വാർഷികം ഇവിടെ സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള നല്ല സദസ്സുകളൊക്കെ കിട്ടുമ്പോൾ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക, മജ്‌ലിസുൻ നൂർ പതിവാക്കുക. പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്ന ഈ മജ്‌ലിസുൻ നൂർ ചെല്ലുക. ഈ മജ്‌ലിസുൻ നൂർ ഇന്നും ഇന്നലെ ഒന്നും ഇറങ്ങിയ സാധനമല്ല, ആണോ? ഇത് എന്നോ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, ഇത് പണ്ട് മുതലുള്ള ആളുകളൊക്കെ ചെയ്തു വന്നിരുന്നതാ. പക്ഷെ പരിഷ്കാരത്തിന്റെ കൂലം കുത്തിയൊടുക്കി ഇന്ന് അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും മാഞ്ഞുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് പഴമയിലേക്ക് മടങ്ങണേ, മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്ന ആ മാതൃക സ്വീകരിക്കണേ. മാത്രമല്ല, ഇത് ബദരീങ്ങളെ കുറിച്ച് പറയുന്ന സദസ്സാണല്ലോ, ഇത് ശുഹദാക്കളെ കുറിച്ച് പറയുന്ന, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവരെ കുറിച്ച് പറയുന്ന സദസ്സാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ജീവിച്ചത് എങ്ങനെയാ? അവരൊക്കെ ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയാ? അവരൊക്കെ ജീവിച്ചത് എങ്ങനെയാ? അവരൊക്കെ നമുക്കൊരു മാതൃകയാണ്. അവരുടെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതല്ലാതെ സിനിമാ നടന്മാരുടെ മാതൃകയല്ല. സിനിമാ നടന്മാരുടെ മാതൃക നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. അവർ മുടി വാരിയതുപോലെ, അവർ മുടി ചീകിയതുപോലെ
മുടി ചെയ്തിട്ട്, അവർ മുടി വെട്ടുന്നത് പോലെ മുടി വെട്ടിയിട്ട്, അവർ എങ്ങനെയാണോ ഷർട്ട് ധരിക്കുന്നത് അതുപോലെ ഷർട്ട് ധരിച്ചിട്ട്, അവർ എങ്ങനെയാണോ പാന്റ് ധരിക്കുന്നത് അതുപോലെ പാന്റ് ധരിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന ജീവിത ശൈലി അങ്ങനെ കൊണ്ടുപോകുന്ന, അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ 5 വക്ത് നിസ്കാരം നിർവഹിക്കാതെ, 5 വക്ത് നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാതെ, ആ 5 വക്ത് നിസ്കാരത്തിന് ശേഷം പടച്ചറബിനോട് ദുആ ചെയ്യാതെ, ഓരോ ദിവസവും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാതെ, പടച്ചറബിനെ ധിക്കരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ മറന്നുകൊണ്ട്, അല്ലാഹുവിന്റെ ദിക്റെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട്, നിസ്കാരത്തിന്റെ സമയത്ത് പോലും വാട്സപ്പിൽ കളിക്കുന്ന ചെറുപ്പക്കാരാ, ഫേസ്ബുക്കിൽ കളിക്കുന്ന ചെറുപ്പക്കാരാ, സോഷ്യൽ മീഡിയകളിൽ കളിക്കുന്ന ചെറുപ്പക്കാരാ, ഓൺലൈനിൽ കളിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തേ നമുക്ക് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല? നമുക്ക് എല്ലാ തെമ്മാടിത്തരങ്ങളും ചെയ്യാൻ സമയമുണ്ടല്ലോ, എല്ലാ തെമ്മാടിത്തരങ്ങളും എല്ലാ ദുൽമുകളും ചെയ്യാൻ നമുക്ക് സമയമുണ്ടല്ലോ. പക്ഷേ എന്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒരു സെക്കൻഡ് പോലും ചെലവഴിക്കാൻ നിനക്ക് എന്തേ സമയം കിട്ടാത്തത് ചെറുപ്പക്കാരാ? എന്തേ സമയം കിട്ടാത്തത് പെങ്ങളെ? പരിശുദ്ധമായ ഖുർആൻ ഓതാതെ, അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ നിസ്കാരം നിർവഹിക്കാതെ നീ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കാറുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ നിന്റെ മക്കൾ നന്നാവുക? പിന്നെ എങ്ങനെയാ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുക? അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ തമ്പുരാനെ, ഞങ്ങൾക്ക് ഈമാൻ നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് ഈമാൻ നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മുൻഗാമികളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക പതിവാക്കിക്കോ, മജ്‌ലിസുന്നൂർ വീട്ടിൽ ചൊല്ലിക്കോ. ഇന്ന് പലർക്കും പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, അതുകൊണ്ട് അല്ലാഹു എന്ന മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾ അവർ നമുക്കൊരു മാതൃകയാണ്, അതുകൊണ്ട് മജ്‌ലിസുന്നൂർ വീട്ടിൽ ചൊല്ലിക്കോ. ഇന്ന് എല്ലാവർക്കും 100 പരാതികളാ. വീട്ടിൽ സമാധാനമില്ല, വീട്ടിൽ ശാന്തിയില്ല, വീട്ടിൽ ബറക്കത്തില്ല. എന്തേ ചെറുപ്പക്കാരാ, ബറക്കത്ത് നഷ്ടപ്പെടാ കാരണമെന്താ? സമാധാനം വീട്ടിൽ നിന്നും നഷ്ടപ്പെടാ കാരണമെന്താ? ശാന്തി നമ്മുടെ വീട്ടിൽ നിന്നും എടുത്തു കളയപ്പെടാ കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, പരിഷ്കാരത്തിന്റെ കൂലം കുത്തിയൊടുക്കില്ലെന്ന് അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും മാഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? മജ്‌ലിസുന്നൂർ പതിവാക്കണേ. ഇവിടെ മഹാനായ സയ്യിദ് അബ്ദുൽ തങ്ങൾ പറഞ്ഞല്ലോ, ബദരീങ്ങളുമായി ബന്ധം സ്ഥാപിച്ചത് കൊണ്ട്, ആ ബദരീങ്ങളുടെ മഹത്വം കൊണ്ട്, ബദരീങ്ങളുടെ കറാമത്ത് കൊണ്ട് നടന്ന ഒരു സംഭവം ഇവിടെ പറഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവരൊക്കെ നമുക്കൊരു മാതൃകയാ. അതുകൊണ്ട് മജ്‌ലിസുന്നൂർ നമ്മൾ പതിവാക്കണേ, ചൊല്ലണേ. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോ, അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദല്ലഹു ബിൽ ആബിദി സല്ലല്ലാ അലാ മുഹമ്മദിൻ വൽ ആലി വസലാമുല്ലാഹി ലാ ഇലാഹ أدعوك يا مولانا بأهل بدر بدرنا محمد نبينا صل عليه يا الله لا إله إلا الله صلى وسلم ربنا على رسول نبينا محمد حبيبنا
فينا فكلنا يا ربنا لا إله إلا الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هدنا لا إله إلا الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു يسر سكرات اليوم تدين المنجية يا من يقي هاوية قين دوام يا الله يسر سكرات اليوم تدين المنجية يا من يقي هاوية قين دوام يا الله يسر سكرات تمهت دين المنجية يا من يقي هاوية قينه دوام يا الله ദാഹം മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിലനിർത്താൻ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ അധികരിപ്പിച്ചു നോക്കൂ. പിന്നെ നമ്മുടെ വീട്ടിൽ വല്ലാത്തൊരു ബറക്കത്തുണ്ടാകും, സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. പിന്നെ ഒരിക്കലും നമുക്ക് പ്രതിസന്ധികൾ, ആദികൾ, ആകുലതകൾ, വ്യതകൾ, വ്യാകുലതകൾ, നൊമ്പരങ്ങൾ ഇതൊന്നും ഉണ്ടാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നതൊക്കെ ശരിയല്ലേ? ശരിയെന്നല്ലേ? തെറ്റ് നിങ്ങൾ പറയണം. ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥയൊക്കെ പറയുകയാണ്. ഇതൊന്നും പറയാതിരിക്കാൻ വയ്യ. അത്രയേറെ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹം. അതിനെയൊരു മാതൃകയായി എന്റെ പ്രിയപ്പെട്ടവർ, അതിനൊക്കെ ഒരു രക്ഷയായി അതിൽ നിന്നെല്ലാം മാറി നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കടന്നു വന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ മജ്ലിസുൻ നൂറൊക്കെ ചെല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്പം കൂടെ സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാവരും മജ്ലിസുൻ നൂറും ദുആക്ക് കഴിഞ്ഞ് പോകാമെന്ന് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു ആ ബദരീങ്ങൾ? എന്തായിരുന്നു ബദർ യുദ്ധം? എന്തായിരുന്നു ആ ബദർ യുദ്ധം? ആ ബദർ യുദ്ധത്തിൽ എന്തെല്ലാമായിരുന്നു സംഭവിച്ചിരുന്നത്? ആരായിരുന്ന ബദരീങ്ങൾ? അവരൊക്കെ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പച്ചപ്പറവകളുടെ, പച്ചപ്പക്ഷികളുടെ ശരീരത്തിലേക്ക് ചേർത്തപ്പെട്ട റൂഹുകളുമായി, അർവാഹുകളുമായി അവരതാ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പാറി പറന്ന് കളിക്കുകയാണ്. അള്ളാഹുവേ തമ്പുരാനെ ഞങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു ആ ബദർ യുദ്ധം? ആ ബദർ യുദ്ധത്തിൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വന്നതാരൊക്കെയാണ്? ഒന്ന് ഉത്ബയാണ്, ഒന്ന് ശൈബയാണ്, ഒന്ന് വലീദാണ്. ഉത്ബയെ നേരിടാനുള്ളത് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ആണ്. ശൈബയെ നേരിടാനുള്ളത് മഹാനായ അസദുല്ലാഹി ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു തആല അൻഹു ആണ്. മൂന്നാമതായിട്ട് വലീദിനെ നേരിടാനുള്ളത് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ആണ്. എന്തായിരുന്നു ആ പോരാട്ടം? ഏകാന്ത പോരാട്ടം അതാ ഇളകിമറിയാ പോവുകയാണ്.
ഏകാന്ത പോരാട്ടമതാ ഇളകി മറിയാൻ പോവുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ഉത്ബയെ നേരിടാനുള്ളത് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. അലി റളിയല്ലാഹു തആല അൻഹു ഉത്ബയെ വെട്ടി താഴെ ഇടുകയാ. മാത്രമല്ല രണ്ടാമതായിട്ട് ശൈബയെ നേരിടാനുള്ളത് മഹാനായ അസദുല്ലാഹി ഹംസത്തുൽ കർവാർ റളിയല്ലാഹു തആല അൻഹു ആണ്. മൂന്നാമതായിട്ട് വലീദിനെ നേരിടാനുള്ളത് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു. അതാ മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹു ശൈബയെ വെട്ടി താഴെ ഇടുകയാ. മൂന്നാമതായിട്ടതാ വലീദിനെ നേരിടുന്നത് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ആണല്ലോ. അവർ തമ്മിലുള്ള പോരാട്ടം അവസാനിക്കുന്നില്ല. അവർ തമ്മിലുള്ള പോരാട്ടം നീണ്ടു നിൽക്കുകയാണ്. കാരണം പ്രായമുള്ള സഹാബിയ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, പ്രായമുള്ള സഹാബിയ. അതാ മാറിയും ഇളകിയുമെല്ലാം യുദ്ധം ചെയ്യുന്നതിനിടയിൽ ചതി പ്രയോഗിച്ചുകൊണ്ട് ആ വലീദതാ, ശത്രുവായ വലീദതാ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന് നേരെ ചതി പ്രയോഗിച്ചുകൊണ്ട് കാലിന് നേരെ വെട്ടുകയാ, കാലിന് നേരെ വെട്ടുകയാ. മുന്നോട്ട് ഗമിക്കാൻ കഴിയാതെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ആ ബദറിന്റെ രണാങ്കണത്തില്, ആ ബദറിന്റെ പടർക്കളത്തില്, ആ വെഞ്ചക്കളത്തില്, ആ യുദ്ധക്കളത്തില് അനങ്ങാൻ കഴിയാതെ, മുമ്പോട്ട് ഗമിക്കാൻ കഴിയാതെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു താഴേക്ക് വീഴുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്തതാ രണ്ട് സഹാബികൾ ഓടി വരികയാ. രണ്ട് സഹാബികൾ ഓടി വരികയാണ്. പൂകിന്താർ ഇരുപേരും അതിക്ഷണത്തിൽ പുകയും ഹബീബുള്ളാ തിരുമുമ്പത്തി ചുഗന്ധേ ഉബൈദത്തെ എടുത്തതമ്മ ചൊരിന്ന് വരും വഴി കൊഴുകൈതമ്മ നികരറ്റവർ യാസിൻ ഹബീബുള്ളാന്റെ നേശത്തിരുമുമ്പിൽ കിടത്തിക്കൊണ്ട് ഉഗന്ധ നജിയുള്ളവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട് റസൂലുള്ളാഹവേ വെഞ്ചക്കളം വിട്ട് പിരിന്തോർ ഞാനേ വെളിവർ ഷഹീദാമോ അനാ പൊന്മാനേ വെഞ്ചക്കളം വിട്ട് പിരിന്തോർ ഞാനേ വെളിവർ ഷഹീദാമോ അനാ പൊന്മാനേ വെഞ്ചക്കളം വിട്ട് പിരിന്തോർ ഞാനേ വെളിവർ ഷഹീദാമോ അനാ പൊന്മാനേ പൊൻചമ്പകപ്പൂ ചുണ്ടനക്കി ഉമ്മി പോറ്റി ഹുസൂനാൽ ഉറ്റയബ്ന അമ്മി ചെഞ്ചൽ ഫളനുറ്റ ഷഹീദാകും നീ ചവിത്തി ഉബൈദത്തെ ശിഅറൻ ദുന്നി. അതാ ആ ബദറിന്റെ രണാങ്കണത്തില്, ബദറിന്റെ വെഞ്ചക്കളത്തിൽ മുന്നോട്ട് ഗമിക്കാൻ കഴിയാതെ കാലിന് വെട്ടേറ്റുകൊണ്ട് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ആ ബദറിന്റെ രണാങ്കണത്തിൽ കുഴഞ്ഞു വീഴുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരാ രണ്ട് സ്വഹാബികൾ ഓടി വന്നിട്ടെടുക്കുകയാ. പുകിന്താർ ഇരുപേരും അതിക്ഷണത്തിൽ പുകയും ഹബീബുള്ളാ തിരുമുമ്പത്തി ചുഗന്ധ ഉബൈദ
രക്തത്തെ എടുത്തതമ്മ ചൊരിന്ത് വരും വഴി കൊഴുകൈതമ്മ. അതാ രണ്ട് സ്വഹാബികൾ ഓടി വന്നിട്ട് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെതാ അവരതാ എടുത്തുകൊണ്ട് പോവുകയാ. എവിടേക്കാ കൊണ്ടുപോകുന്നത്? എവിടേക്കാ കൊണ്ടുപോകുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക്, തിരുസന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാ. പോകുന്ന വഴിക്ക് ധാരാളം രക്തം കുടുകുടാ ഒഴുകുകയാ. തുടിതുടാ തടം തള്ളി ആർത്തൊഴുകുകയാണ്. രക്തം ആർത്തൊഴുകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയതാ നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ തിരു മുമ്പിൽ കിടത്തിക്കൊണ്ട് ഉഗന്ധനജിയുള്ളവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട് റസൂലുള്ളാഹേ. അതാ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ രണ്ട് സഹാബാക്കൾ ഓടി വന്നിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസന്നിധിയിൽ കിടത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ അങ്ങ് കിടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ മടിത്തട്ടിൽ അങ്ങ് കിടത്തിയപ്പോ അതേവരെ കരയാതിരുന്ന, അതേവരെ വിങ്ങിപ്പൊട്ടാതിരുന്ന, അതേവരെ കരയാതിരുന്ന മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല പൊട്ടിക്കരയാ. അവിടുന്ന് പൊട്ടിക്കരയുകയാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉബൈദ റളിയല്ലാഹു തആല കരയുന്നത് കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, യാ അബൂ ഉബൈദ, വല്ലാത്ത വേദനയുണ്ടല്ലേ? വല്ലാത്ത വേദന കൊണ്ട് പുളയുകയാണല്ലേ? വല്ലാത്ത വേദന കൊണ്ട് നിങ്ങൾ കരയുകയാണല്ലേ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല പറയുന്നു, ഇല്ല നബിയേ, അതൊന്നും ഒരു പ്രശ്നമല്ല നബിയേ. യാ റസൂലല്ലാഹ്, എന്റെ കാല് മുറിഞ്ഞിട്ട് രക്തവും അതിൽ നിന്ന് മജ്ജയും പൊട്ടി ഒലിക്കുമ്പോ നബിയേ, അതൊന്നും ഒരു പ്രശ്നമല്ല നബിയേ, അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നും ഒരു വിഷയമല്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, വെഞ്ചക്കളം വിട്ട് പിരിന്തോർ ഞാനേ വെളിവർ ഷഹീദാമോ അനാ പൊന്മാനേ. വെഞ്ചക്കളം വിട്ട് പിരിന്തോർ ഞാനേ വെളിവർ ഷഹീദാമോ അനാ പൊന്മാനേ. വെഞ്ചക്കളം വിട്ട് പിരിന്തോർ ഞാനേ വെളിവർ ഷഹീദാമോ അനാ പൊന്മാനേ. യാ റസൂലല്ലാഹ്, എന്റെ കാലിന് വെട്ടേറ്റത് എനിക്ക് പ്രശ്നമല്ല നബിയേ. പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, എനിക്ക് ബദറിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട്, ആ ബദറിന്റെ പടർക്കളത്തിൽ വെച്ചുകൊണ്ട്, ആ വെഞ്ചക്കളത്തിൽ വെച്ചുകൊണ്ട്, ആ പോർക്കളത്തിൽ വെച്ചുകൊണ്ട്, ആ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട്, ബദറിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് നബിയേ, ഈ അബൂ ഉബൈദക്ക് ഷഹീദാകാൻ കഴിഞ്ഞില്ല നബിയേ. ഈ അബൂ ഉബൈദക്ക് ഷഹീദാകാൻ കഴിഞ്ഞില്ല നബിയേ. ഈ അബൂ ഉബൈദക്ക് ഷഹീദാകാൻ കഴിഞ്ഞില്ല നബിയേ. അതുകൊണ്ട് നബിയേ, ഞാനിപ്പോ പടർക്കളത്തിലല്ലോ, ആ ബദറിന്റെ രണാങ്കണത്തിൽ ല്ലോ ഞാനുള്ളത്. അതുകൊണ്ട് ഞാനെങ്ങാനും ഇവിടെ വെച്ച്
മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയെ? എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയെ? ഒന്ന് പറഞ്ഞു തരുമോ നബിയെ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നതാ പറയുന്നു, പൊൻചെമ്പകപ്പൂ ചുണ്ടനക്കി ഉമ്മി പോറ്റി ഹുസൂനാൽ ഉറ്റയബ്ന അമ്മി ചഞ്ചൽ ഫളലുറ്റ ഷഹീദാകുന്നി ചവിത്തി ഉബൈദത്തോർ ശിഅറുണ്ടുന്നി. അതാ അവിടുന്നതാ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതീക്ഷയുടെ സംസാരം കാത്തിരിക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല പറഞ്ഞു, നബിയെ എനിക്ക് ആ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് ഷഹീദാകാൻ കഴിഞ്ഞില്ല, എനിക്ക് അവിടെ വെച്ച് ഷഹീദാകാൻ കഴിഞ്ഞില്ല നബിയെ, വല്ലാത്ത സങ്കടമുണ്ട്. ഞാനിപ്പോ ബദറിന്റെ രണാങ്കണത്തിലല്ലോ, ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിലല്ലോ ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയെ? എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയെ? എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതീക്ഷയുടെ സംസാരം വർത്തമാനം വരികയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ ഉബൈദ മുത്തേ, നിങ്ങൾ ബദരീങ്ങളാ, നിങ്ങൾ ബദരീങ്ങളാ, നിങ്ങൾ ബദരീങ്ങളാ, നിങ്ങൾക്ക് ശുഹദാഇന്റെ പ്രതിഫലമുണ്ട്, നിങ്ങൾക്കൊരു ഷഹീദിന്റെ കൂലിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ബദരീങ്ങളാ, നിങ്ങൾ ബദറിൽ പങ്കെടുത്തവരാ. അവിടുന്നതാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും ഈ വചനം അങ്ങ് പെയ്തിറങ്ങിയപ്പോ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത സന്തോഷമാവുകയാ. തന്റെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിക്കുമ്പോഴും, തന്റെ കാലിൽ നിന്ന് രക്തവും മജ്ജയും പൊട്ടി ഒലിക്കുമ്പോഴും, തന്റെ മരണത്തിന്റെ സമയത്ത് മരണാസന്നനായി കിടക്കുമ്പോ, പ്രിയപ്പെട്ടവര്, മരണാസന്നനായി കിടക്കുമ്പോഴും മരണത്തിന്റെ മാലാഖ വന്നിട്ട് റൂഹ് പിടിക്കുന്ന വേളയിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല പാടിയില്ലേ? എന്താ പാടിയതെന്താ? എന്താ പറഞ്ഞതെന്താ? ഫയഖ്തഉ റിജ്ലി ഫഇന്നി മുസ്ലിമൂൻ വഅർജു ബിഹി ഐശൻ മിനല്ലാഹി അലിയാ ഫഅൽബസനി റഹ്മാനു മിൻ ഫളി മന്നിഹി ലിബാസം മിനൽ ഇസ്ലാമി വതൽ മസാവിയാ فَإِيَقْتَعُهُ رِجْلِي فَإِنِّي مُسْلِمٌ وَأَرْجُو بِهِ عَيْشًا مِنَ اللَّهِ عَلِيًّا فَأَلْبَسَنِي الرَّحْمَنُ مِنْ فَضْلِ مَنِّهِ لِبَاسًا مِنَ الْإِسْلَامِ وَتَلْ مَسَاوِيًا. അവിടുന്നതാ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല പാടുകയാണ്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉറക്കെ പാടുകയാണ്, എന്റെ കാലുകൾ കാഫിരീങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിലും, എന്റെ കാലുകൾ കാഫിരീങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിലും, എന്റെ കാലിന്റെ മരം വെട്ടിയെങ്കിലും, ഫഇന്നീ മുസ്ലിമുൻ, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാ, ഞാനൊരു മുസ്ലിമാ. എന്റെ കാലുകൾ അവർ വെട്ടി മാറ്റിയത്, എന്റെ കാലുകൾക്ക് നേരെ അവർ വെട്ടിയത് എന്തിനെന്നറിയോ? അവർ എന്റെ കാൽ നേരെ വെട്ടിയത് ഫഇന്നീ മുസ്ലിമുൻ, ഞാനൊരു മുസ്ലിമാണ് എന്നതുകൊണ്ട് മാത്രമാണ് അവർ എന്റെ കാൽപാദങ്ങൾ മുറിച്ചു മാറ്റിയത്. എന്നാലോ മഹാനായ അബൂ ഉബൈദ
ഉറക്കച്ചൊല്ലി മനുഷ്യന്മാരെ മഹാനവറുകൾ എന്നിട്ട് വീണ്ടും പറയുകയാ, ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിന്റെ രസങ്ങളല്ല, ഈ ദുനിയാവിന്റെ സുഖങ്ങളല്ല, ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളല്ല, ദുനിയാവിന്റെ ആഭാസങ്ങളല്ല, ദുനിയാവിന്റെ ആർഭാടങ്ങളല്ല. പിന്നെയോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയോ? നാളെ അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ സ്വർഗത്തില്, പടച്ചറപ്പിന്റെ സ്വർഗത്തില് പച്ചപ്പറവകളുടെ ശരീരത്തിലേക്ക് ചേർത്തപ്പെട്ട റൂഹുമായി നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അർശിന്റെ മിനാരത്തിന്റെ മുകളിലൂടെ പച്ചപ്പറവകളുടെ ശരീരത്തിലേക്ക് ചേർത്തപ്പെട്ട റൂഹുമായി പാറിക്കരിക്കുന്ന ശുഹദാക്കളില്ലേ? ആ ശുഹദാഇന്റെ മഹിമയാ, ആ ശുഹദാഇന്റെ മഹിമയാണ്, ആ ശുഹദാഇന്റെ മഹിമയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശുഹദാക്കളുടെ ദറജയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് ആ ശുഹദാക്കളുടെ ദറജയാണ്, ആ ശുഹദാക്കളുടെ മഹിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷഹീദായില്ലേ മഹാനായ അബൂ ഉബൈദ. ഞാനിപ്പോ ബദറിന്റെ രണാങ്കണത്തിലല്ലോ, ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിലല്ലോ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയെ? എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയെ? എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതീക്ഷയുടെ സംസാരം വർത്തമാനം വരികയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ ഉബൈദ മുത്തേ, നിങ്ങൾ ബദരീങ്ങളാ, നിങ്ങൾ ബദരീങ്ങളാ, നിങ്ങൾ ബദരീങ്ങളാ, നിങ്ങൾക്ക് ശുഹദാഇന്റെ പ്രതിഫലമുണ്ട്, നിങ്ങൾക്കൊരു ഷഹീദിന്റെ കൂലിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബദരീങ്ങളാ, നിങ്ങൾ ബദറിൽ പങ്കെടുത്തവരാ. അവിടുന്നതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തപ്പോ, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും ഈ വചനം അങ്ങ് പെയ്തിറങ്ങിയപ്പോ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത സന്തോഷമാവുകയാ. തന്റെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിക്കുമ്പോഴും, തന്റെ കാലിൽ നിന്ന് രക്തവും മജ്ജയും പൊട്ടി ഒലിക്കുമ്പോഴും, തന്റെ മരണത്തിന്റെ സമയത്ത് മരണാസന്നനായി കിടക്കുമ്പോ, പ്രിയപ്പെട്ടവര്, മരണാസന്നനായി കിടക്കുമ്പോഴും മരണത്തിന്റെ മാലാഖ വന്നിട്ട് റൂഹ് പിടിക്കുന്ന വേളയിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല പാടിയില്ലേ? എന്താ പാടിയതെന്താ? എന്താ പറഞ്ഞതെന്താ? ഫയഖ്തഉ റിജ്ലി ഫഇന്നി മുസ്ലിമൂൻ വഅർജു ബിഹി ഐശൻ മിനല്ലാഹി അലിയാ ഫഅൽബസനി റഹ്മാനു മിൻ ഫളി മന്നിഹി ലിബാസം മിനൽ ഇസ്ലാമി വതൽ മസാവിയാ فإيقطعه رجلي فإني مسلم وأرجو به عيشا من الله عليا فألبسني الرحمن من فضل منه لباسا من الإسلام وتل مساويا. അവിടുന്നതാ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല പാടുകയാണ്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉറക്കെ പാടുകയാണ്. എന്റെ കാലുകൾ കാഫിരീങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിലും, എന്റെ കാലുകൾ കാഫിരീങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിലും, എന്റെ കാലിന്റെ മരം വെട്ടിയെങ്കിലും, ഫഇന്നിയ മുസ്ലിമൻ, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാ, ഞാനൊരു മുസ്ലിമാ. എന്റെ കാലുകൾ അവർ വെട്ടി മാറ്റിയത്, എന്റെ കാലുകൾക്ക് നേരെ അവർ വെട്ടിയത് എന്തിനെന്നറിയോ? അവർ എന്റെ കാൽ നേരെ വെട്ടിയത് ഫഇന്നിയ മുസ്ലിമൻ, ഞാനൊരു മുസ്ലിമാണ് എന്നതുകൊണ്ട് മാത്രമാണ് അവർ എന്റെ കാൽപാദങ്ങൾ മുറിച്ചു മാറ്റിയത്. എന്നാലോ മഹാനായ അബൂ ഉബൈദ
ഉറക്കച്ചൊല്ലി മനുഷ്യന്മാരെ മഹാനവറുകൾ എന്നിട്ട് വീണ്ടും പറയുകയാ, ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിന്റെ രസങ്ങളല്ല, ഈ ദുനിയാവിന്റെ സുഖങ്ങളല്ല, ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളല്ല, ദുനിയാവിന്റെ ആഭാസങ്ങളല്ല, ദുനിയാവിന്റെ ആർഭാടങ്ങളല്ല. പിന്നെയോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയോ? നാളെ അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ സ്വർഗത്തില്, പടച്ചറപ്പിന്റെ സ്വർഗത്തില് പച്ചപ്പറവകളുടെ ശരീരത്തിലേക്ക് ചേർത്തപ്പെട്ട റൂഹുമായി നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അർശിന്റെ മിനാരത്തിന്റെ മുകളിലൂടെ പച്ചപ്പറവകളുടെ ശരീരത്തിലേക്ക് ചേർത്തപ്പെട്ട റൂഹുമായി പാറിക്കരിക്കുന്ന ശുഹദാക്കളില്ലേ? ആ ശുഹദാഇന്റെ മഹിമയാ, ആ ശുഹദാഇന്റെ മഹിമയാണ്, ആ ശുഹദാഇന്റെ മഹിമയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശുഹദാക്കളുടെ ദറജയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് ആ ശുഹദാക്കളുടെ ദറജയാണ്, ആ ശുഹദാക്കളുടെ മഹിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷഹീദായില്ലേ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുകൂടെ നമ്മളെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.